ഈ കല്യാണം കഴിച്ചിട്ട് ഡിവോഴ്സ് ആവുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിൽ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. പല കേസുകളും നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ഒന്നല്ല 2 പ്രാവശ്യം കല്യാണം കഴിച്ച ആളുകൾ മൂന്നാമത്തെ വീണ്ടും നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് പലതും പറയാം. നമുക്ക് അത് അയാളുടെ കുഴപ്പം കൊണ്ടാണ്, ഇയാളുടെ കുഴപ്പം കൊണ്ടാണ്, അല്ലെങ്കിൽ അയാൾ എന്നെ പീഡിപ്പിച്ചിരുന്നു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയാം. പക്ഷേ നിങ്ങൾ ബേസിക്കായിട്ട് നിങ്ങൾ കേൾക്കുന്നവർ വിശ്വാസിയാവണോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ നിങ്ങൾ ഒരു പ്രാവശ്യം കല്യാണം കഴിഞ്ഞ്, അത് മിക്കവാറും എൻ്റെ അടുത്ത് വരുന്ന കുറേ കേസുകൾ ഈ പ്രേമിച്ച് കല്യാണം കഴിക്കുന്ന ആൾക്കാരാണ്. പ്രേമിച്ച് കല്യാണം കഴിച്ച ആൾക്കാർക്കാണ് കൂടുതലും ഇങ്ങനെ കുറേ കഴിയുമ്പോൾ അടിയിട്ട് പിരിയണ അവസ്ഥ വരുന്നത്. അല്ലാത്ത ആൾക്കാരുണ്ട് ഇല്ലെന്നെല്ലാം പറയണത്. അങ്ങനത്തെ കുറേ കേസ് ഇപ്പോൾ ഈ അടുത്ത് വന്നായിരുന്നു. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പിരിയണം, ഓക്കെ, നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് സ്പോയിൽ ചെയ്യേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റായി പോവാം, കുഴപ്പമൊന്നുമില്ല, അത് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ വീണ്ടും നിങ്ങൾ അടുത്ത കല്യാണം കഴിക്കുമ്പോൾ, വീണ്ടും ഒരാളെ കണ്ടുപിടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ ജാതകം നന്നായിട്ട് പരിശോധിക്കാം. കാരണം ജാതകത്തിനകത്ത് ചിലപ്പോൾ ആ യോഗം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു യോഗം കിടപ്പുണ്ടാവും. കല്യാണം 2 കല്യാണം കഴിക്കാനുള്ളത് പോലെയൊക്കെയാണ് യോഗമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജ്യോതിഷന്മാർ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു കേൾക്കണം. അപ്പം നല്ല അറിവുള്ള ഒരു ജ്യോതിഷത്തിൽ പോയിട്ട് ഇനി അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത നല്ലൊരാളാണ് ചോദിക്കാം. നല്ല അഭിപ്രായങ്ങളുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് കൃത്യമായിട്ട് ജാതകം പരിശോധിക്കണം. എന്നിട്ട് നിങ്ങളത് അതിനകത്തുള്ള ആ ഗുണദോഷങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യണം. എന്നിട്ട് വേണം അടുത്തൊരു കല്യാണത്തിലേക്ക് നിങ്ങൾ പോകാനായിട്ട്. കാരണം 2 കല്യാണം കഴിച്ചിട്ടും സെറ്റാവാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അത് നമുക്കൊരു എന്താണ്, മറ്റുള്ളവർ നമ്മൾ കളിയാക്കുന്നൊരവസ്ഥയിലേക്ക് വരും ചില കാര്യങ്ങളിൽ. കാരണം ഇത് 2 കല്യാണം കഴിച്ച ആളാണ്, അയാൾ ശരിയില്ല എന്ന് പറയും, അല്ലേ അങ്ങനെയല്ലേ? പക്ഷേ അങ്ങനെ ആവണമെന്നില്ല. നമ്മളെല്ലാം കറക്റ്റായിരിക്കും, നമ്മുടെ കാര്യങ്ങളെല്ലാം കറക്റ്റായിരിക്കും. നമുക്ക് വന്നു പെടുന്ന ആളുകൾ ഒരേ പാറ്റേണുള്ള ആൾക്കാരായിരിക്കും വന്നു പെടുക. ആദ്യം നമുക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ കല്യാണത്തിന് മുന്നേ നമ്മൾ സംസാരിക്കുമ്പോൾ നല്ല പോളിഷായിട്ട് അയാളുടെ നന്മ മാത്രമായിരിക്കും അയാൾ പുറത്ത് കാണിക്കുക. തിന്മയുള്ളത് അയാളുടെ ഉള്ളിലുള്ള സാധനം പുറത്തേക്ക് കാണിക്കില്ല. അതെല്ലാം ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ്. കുറച്ചാൾ കഴിയുമ്പോഴാണ് അവർ ശരിക്കുള്ള ഉള്ളിലുള്ള സാധനം പുറത്തേക്ക് വരിക. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ജാതകം പരിശോധിച്ച് അറിയാൻ പറ്റും. ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല. ഒരാളുടെ ജാതകം എന്ന് പറഞ്ഞാൽ അയാൾ തരുന്ന സമയം, ജനനസമയം, സ്ഥലം ഒക്കെ കൃത്യമാണെന്നുണ്ടെങ്കിൽ, ഡേറ്റ് എല്ലാം കറക്റ്റായിക്കണോട്ടാ, അല്ലെങ്കിൽ മാറിപ്പോകും. കൃത്യമാണെന്നുണ്ടെങ്കിൽ, കൃത്യമായിട്ട് നല്ലതായിട്ട് പഠിച്ചിട്ടുള്ള ഒരു ജ്യോത്സ്യനാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കൃത്യമായിട്ട് അയാളുടെ ക്യാരക്ടർ പറയാൻ പറ്റും. അയാൾ ഏത് ടൈപ്പാണ്, എങ്ങനെയുള്ള ആളാണ്, അയാളുടെ സ്വഭാവം എന്താണ്, പിന്നെ അയാളുടെ ഓരോ ലൈഫ് സൈക്കിൾസ്, ഓരോ സൈക്കിളുകൾ അയാൾ എന്തെല്ലാം ചെയ്യും, അയാൾ എവിടെ വരെ പോകും, ഇത്രാമത്തെ വയസ്സിൽ ഇന്ന ചെയ്യും, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഇത്ര വയസ്സ് കഴിയുമ്പോൾ അയാൾ മാറി വേറെ ലെവലിലേക്ക് പോകും എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ആ ജാതകം പരിശോധിച്ച് അറിയാൻ പറ്റും. അത് അറിയണമെന്നുണ്ടെങ്കിൽ അത് നല്ലോണം പഠിച്ച ആൾക്കാരായിരിക്കണം, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വായിക്കണം. ഇത് ഭാഗികമായി പഠിച്ച ഒരാളത്ത് പോയാൽ അത് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഭാഗികമായിട്ട് പഠിച്ചിട്ടുണ്ടാ അല്ലെങ്കിൽ പൂർണ്ണ ഉണ്ടെന്നുള്ളത് എങ്ങനെ അറിയുമെന്ന്. അത് നമ്മൾ അന്വേഷിക്കണം. അത് നമ്മൾ പോയി പരിചയമുള്ള ആളുകൾ അല്ലെങ്കിൽ അങ്ങനെ വിശ്വാസമുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് വേണം അത് തീരുമാനിക്കാനായിട്ട്. അങ്ങനെയുള്ളവർക്ക് പോയിട്ട് നിങ്ങൾ കൃത്യമായി നോക്കി ആ ജാതകം നല്ലോണം പഠിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാം. പക്ഷേ അതിൻ്റെ പുറകെ പോയിട്ട് നിങ്ങൾ അന്ധന്മാരായി പോരുന്നതും കൂടി ഞാൻ പറയുന്നുണ്ട്. കാരണം അഡിക്റ്റായി പോരുത്. മനസ്സിലാക്കുക, നമ്മൾ ആ കാര്യങ്ങൾ അതനുസരിച്ച് മുന്നോട്ട് നീങ്ങുക. അപ്പോൾ എന്ത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കാം. അപ്പോൾ ഇത് പലരുടെയും അനുഭവം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ജ്യോതിഷം എന്ന് പറഞ്ഞ ശാസ്ത്രം കറക്റ്റായിട്ടുള്ളത് തന്നെയാണ്. അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ നന്നായാൽ അത് 100% ആണ്. അങ്ങനെയാണ് എൻ്റെ അറിവ്. ഞാൻ കണ്ടെന്ന അങ്ങനത്തെ ആൾക്കാരെയൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.